നമസ്തേ. ഇന്ന് നാം നിൽക്കുന്ന ഈ സമയം, ഈ ലോകത്ത് ധാരാളം വ്യക്തികൾ സ്വയം നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു ഉയർന്ന ഊർജതലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പല പല മെഡിറ്റേഷൻ പ്രക്രിയകളിലൂടെയും അല്ലാതെയും ഉള്ള ഓം ചാൻറ്റിങ് തുടങ്ങിയ മന്ത്രജപങ്ങളിലൂടെ, ഫോർഗീവ്നെസ്സിലൂടെ, ഗ്രാറ്റിറ്റ്യൂഡ്, ജേണൽ എഴുതുക, അങ്ങനെ പല ക്രിയകളിലൂടെ അവരവരുടെ എനർജി ലെവൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം, ഒരു കാലഘട്ടമാണിത്. ഒരു സുനാമി വരുമ്പോൾ, ഒരു കൊറോണ വരുമ്പോൾ കുറേ പേര് കാലം അതിൻ്റെ പുറത്ത് നിന്ന് ഒറ്റ കൊടയലാണ്. കുറേ വ്യക്തികൾ തെറിച്ചു പോകും. എല്ലാം ഉണ്ടായിരുന്നവർ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടും. ഒന്നുമില്ലാതിരുന്നവർ എല്ലാമുള്ള അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടും. ശ്രദ്ധിക്കുക, നാമും ആ ഒരു ഉയർന്ന നമ്മുടെ എനർജി ലെവൽ ഉയർന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടതായ കാലഘട്ടം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കത്തിലൂടെയോ ഒരു സുനാമിയിലൂടെയോ നാമും ഇവിടെ നിന്നും ഉന്മൂലനം ചെയ്യപ്പെടും എന്നുള്ളതാണ്. പതിയെ തുടങ്ങുക. ക്ഷമിക്കാനുള്ളവരോട് മനസ്സറിഞ്ഞ് ക്ഷമിക്കാൻ തുടങ്ങുക. എന്തെല്ലാം കാര്യങ്ങൾ ഈശ്വരൻ നമുക്കിപ്പോൾ തന്നിട്ടുണ്ട്, അതിനെല്ലാം ഒരു കുറിപ്പ് വയ്ക്കുക. മനസ്സിൽ ഒരു പുസ്തകം, മനസ്സിലെ ഒരു പുസ്തകത്തിൽ അതെല്ലാം കുറിച്ച് വയ്ക്കുക. എന്തെല്ലാം നമുക്ക് നന്ദി പറയുവാനായിട്ട് ഈ ലോകത്ത് പ്രദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ജേണൽ മനസ്സിൻ്റെ പുസ്തകത്താളിൽ റെഡിയാക്കി വയ്ക്കുക. ചെറിയ ചെറിയ ചാൻറ്റിങ്ങുകൾ, ഓം ചാൻറ്റിങ് തുടങ്ങിയ ജപങ്ങളോ നല്ല നല്ല കാര്യങ്ങൾ മാത്രം കേൾക്കുവാനുള്ള അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുക. നമ്മുടെ ഉള്ളിൽ പരിപൂർണമായ സന്തോഷവും സ്നേഹവും ഉടലെടുക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകുക. മെഡിറ്റേഷൻ, യോഗ, അതെല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുക. ശ്വാസത്തെ നിരീക്ഷിക്കുക. ചെറിയ ചെറിയ ശ്വസനക്രിയകൾ ചെയ്തു തുടങ്ങുക.